അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനും മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനും. ഓക്കെ, പിന്നെ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനും സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനും. അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് മിസ് ജസ്റ്റ് പറഞ്ഞു തരാം. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എളുപ്പ വഴിയിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതിക്കോ. കേട്ടല്ലോ? സ്പെല്ലിങ് നോക്കി എഴുതണേ. മിസ്സിന്റെ കൂടെ തന്നെ എഴുതണം കേട്ടോ. കൺവേർഷൻ ഓഫ് kilometer into meter. Conversion of kilometer into meter. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ. എന്നിട്ട് അതിനൊരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Conversion of kilometer into meter. എന്നിട്ട് അതിന്റെ താഴെ മൾട്ടിപ്ലൈ ബൈ 1000 എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ബൈ 1000. Conversion of kilometer into meter, multiply by 1000. Next, അടുത്തത് conversion of meter into kilometer. Conversion of meter into kilometer divide by 1000. Divide by 1000. Conversion of meter into kilometer divide by 1000. Conversion of kilometer into meter multiply by 1000. Conversion of meter into kilometer divide by 1000. അടുത്തത് conversion of meter into centimeter. Conversion of meter into centimeter. Multiply by 100. Conversion of meter into centimeter multiply by 100. Conversion of meter into centimeter multiply by 100. സ്പെല്ലിംഗ് നോക്കി എഴുതണേ. കൺവേർഷൻ CONVERSION.
അടുത്തത് കൺവേർഷൻ ഓഫ് സെന്റിമീറ്റർ into meter. Conversion of centimeter into meter. Divide by 100. Divide by 100. Conversion of centimeter into meter divided by 100. ഇതെല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് പഠിക്കാം. അതായത് മിസ് പറഞ്ഞുതരാം. എഴുതിക്കഴിഞ്ഞോ? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ, അതായത് തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ അതിനെ കിലോമീറ്ററിൽ കണ്ടുപിടിക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പേജ് നമ്പർ 92 എക്സൈസ് 4.1. എക്സൈസ് 4.1. First question, convert into meters. Convert into meters. Convert into meters. അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താ? ഫസ്റ്റ് വൺ 40 കിലോമീറ്റർ അല്ലേ? 40 കിലോമീറ്റർ. 40 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് എങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ? 40 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാല് 40 എഴുതിയിട്ട് 3 0 എഴുതി കൊടുത്താൽ മതി. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന നമ്പറിനോട് 3 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 40,000 മീറ്റർ എന്ന് കിട്ടും. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 40 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 40 kilometer is equal to 40,000 meter. Next, 20 kilometer 250 meter. 20 kilometer 250 meter. 20 kilometer 250 meter. അതില് കിലോമീറ്റർ എന്ന് കൊടുത്തത് മാത്രം മീറ്ററിലേക്ക് മാറ്റിയാൽ മതി. 20 കിലോമീറ്ററും 250 മീറ്ററും ഇല്ലേ? ആ 250 മീറ്ററിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 20 കിലോമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് മാറ്റാം. 20 കിലോമീറ്ററിനെ എങ്ങനെ കിലോമീറ്ററിലേക്ക് മീറ്ററിലേക്ക് മാറ്റും? 20 into 1000 എത്രയാ? 20,000. ഇനി അതിനോട് കൂടി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മീറ്റർ കൂടി ആഡ് ചെയ്യാം. സോറി, 250 അല്ലേ? 250 മീറ്ററും കൂടി തന്നിട്ടുണ്ടല്ലോ അതില്.
ആ 250 ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 250 20 250 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അടുത്ത 16 കിലോമീറ്റർ ഒന്ന് എഴുതിയേ. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒന്നും വേണ്ട, 16 എഴുതിയിട്ട് 3 0 ഇട്ട് കൊടുത്താൽ മതി. 16 എഴുതിട്ട് 3 0 ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. കിലോമീറ്റർ is equal to 16,000 മീറ്റർ. അടുത്തത് 50 കിലോമീറ്റർ 800 meter is equal to 50 kilometer 800 meter. 50 കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 50,000 പ്ലസ് 800. 50 കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനോടുകൂടി ഈ 800 കൂടി 800 മീറ്ററും കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50,800 മീറ്റർ. മീറ്റർ. അടുത്ത രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? അഞ്ചാമത്തെയും ആറാമത്തെയും. ഓക്കെ, പേജ് നമ്പർ 93. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 46,000 meter is equal to dash kilometer. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിലെ 3 സീറോയും അങ്ങ് ഒഴിവാക്കിയാൽ 1000 കൊണ്ടുള്ള ഡിവിഷനായി. അപ്പോൾ 46,000 മീറ്റർ ഈസ് ഈക്വൽ ടു 46 കിലോമീറ്റർ. തന്നിരിക്കുന്ന നമ്പറിൽ ലാസ്റ്റ് 3 സീറോ ആണ് വരുന്നതെങ്കിൽ ആ 3 സീറോയും ഒഴിവാക്കിയാൽ 1000 കൊണ്ടുള്ള ഡിവിഷനായി. അടുത്തത് എത്രയാ? രണ്ടാമത്തത് 77,800 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ 3 സീറോ ഒഴിവാക്കിയാൽ 78 കിലോമീറ്റർ. 78 കിലോമീറ്റർ. അടുത്തതോ 86,000 മീറ്റർ. ആ 3 സീറോ ഒഴിവാക്കിയാൽ 86 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാലോ. ലാസ്റ്റ് വരുന്ന 3 സീറോ ഒഴിവാക്കിയാൽ മതി. ഓക്കെ. ബി ക്വസ്റ്റ്യനിലെ കൺവേർട്ട് ഇൻടു കിലോമീറ്റേഴ്സ് ഉള്ളതിൽ 3 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻടു സെന്റിമീറ്റേഴ്സ്. കൺവേർട്ട് ഇൻടു സെന്റിമീറ്റേഴ്സ്.
കൺവേർട്ട് ഇൻ ടു സെന്റിമീറ്റേഴ്സ്. സെന്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 7 മീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് സെന്റിമീറ്റർ ആണ്. 7 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 7 into 100 that is equal to 700 centimeter. തന്നിരിക്കുന്ന മീറ്ററിനോട് 2 0 എഴുതി ചേർത്താൽ സെന്റിമീറ്റർ കിട്ടും. ഇനി അഞ്ചാമത്തെ, അതിൽ തന്നെ അഞ്ചാമത്തേത് കണ്ടോ, 2 മീറ്റർ 30 സെന്റിമീറ്റർ. ടു മീറ്റർ 30 സെന്റിമീറ്റർ എന്ന് കണ്ടോ? അതില് ആ മീറ്ററിനെ മാത്രം എന്ത് ചെയ്താൽ മതി? സെന്റിമീറ്ററിലേക്ക് മാറ്റാം. മീറ്ററിനെ മാത്രം സെന്റിമീറ്ററിലേക്ക് മാറ്റാം. 2 into 100 is equal to 200. എന്നിട്ട് അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യാം? തന്നിരിക്കുന്ന 30യും കൂടി ആഡ് ചെയ്യാം. കാരണം 30 സെന്റിമീറ്റർ നമ്മൾ 2 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റി 200 സെന്റിമീറ്റർ, അതിനോടുകൂടി 30 സെന്റിമീറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ 230 സെന്റിമീറ്റർ എന്ന് കിട്ടും. 230 സെന്റിമീറ്റർ. അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യനോ 5 മീറ്റർ 85 സെന്റിമീറ്റർ is equal to 500 plus 85. 500 plus 85 is equal to 585 centimeter. 585 centimeter. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ. 3 മീറ്റർ 55 സെന്റിമീറ്ററും 7 മീറ്ററും 35 സെന്റിമീറ്ററും. ഓക്കെ. അടുത്തത് കൺവേർഷൻ ഓഫ് സെന്റിമീറ്റർ ഇൻടു മീറ്റർ. 300 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 0 ഒഴിവാക്കിയിട്ട് എഴുതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 ഒഴിവാക്കിയിട്ട് എഴുതാം. അപ്പൊ 300 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. 500 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ ആയിരിക്കും? 500 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു, അതിന് 2 0 ഒഴിവാക്കിയാൽ 5 മീറ്റർ. എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? അല്ലേ? നേരത്തെ നമ്മൾ എഴുതുമ്പോൾ തോന്നിയ വിഷമമൊന്നും ഇപ്പൊ ചെയ്യാനില്ലല്ലോ. ബാക്കിയുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. തന്നിരിക്കുന്നതിൽ 2 0 ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? മീറ്റർ മെഷർമെന്റ് കിട്ടും. ഓക്കെ. അപ്പൊ അതില് ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ മിസ് ഇപ്പൊ ചെയ്ത് തന്നതിൽ ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 1 മണിയാവാനായി. അടുത്ത വേറെ ക്ലാസ് ഉള്ളത് കൊണ്ടാട്ടോ. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിലേക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിക്കാനുണ്ട്. പെട്ടെന്ന് തീർക്കണം. Okay, bye. See you next class.